മഴയുണ്ടോ വരുമ്പോ മഴയില്ല, ചിലപ്പോ ഇനി പെയ്യുമായിരിക്കും. അതാണ്. അതെ, നമ്മളിവിടെ വാർത്തയുടെ ചൂട് നിറയ്ക്കുമ്പോൾ പുറത്തതും തണുപ്പിക്കാൻ ഒരു മഴ നല്ലതാ. എല്ലായിടത്തും മഴയുണ്ട്. നാളെ അവധി ഉണ്ടോന്നാണ് എല്ലാവരും. നാളെ അവധിയില്ല, നാളത്തെ അവധി ഇന്നാണ്. ശരിക്കും നാളെ കൂടി അവധി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, മുഹറത്തിന്റെ അവധി നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ആ നിർണായക തീരുമാനമെടുത്തു. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാൽ സ്കൂൾ അവധി ആയിരിക്കുമല്ലോ. അതെ, സ്വാഭാവികമായും ഒറ്റ ദിവസത്തെ അവധി സൺഡേ ഫൺഡേ ആക്കുക എന്ന്. അതെ, അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കതൊരു ന്യൂസ് ഡേയും ആക്കി കൊടുക്കാം. നമുക്ക് പത്രങ്ങളെയും തുടങ്ങാം. അതെ അതെ, പത്രമാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത? ആദ്യം കാണുന്നത് കടിച്ചു കീറി സാർ ആരാണ് തെരുവുനായ. തെരുവുനായയുടെ കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതെ അതെ, മനോരമയുടെ ലീഡ് അതാണ്. അത് നായയുടെ പല്ലിലാണ് ആ കണക്കൊക്കെ കോർത്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ഡിസൈൻ. അതെ അതെ, അപകടത്തിന്റെ ഒരു കറുപ്പും അതിൽ നായയുടെ എന്താ നമ്മൾ ദംഷ്ട്ര അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ നായയുടെ ദംഷ്ട്രയൊക്കെയുള്ള ആ ഒരു ലേഔട്ടാണ്. അതെ, തെരുവുനായ പ്രശ്നത്തിനായി നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ABC ക്ലിനിക്കുകൾ അത് പോർട്ടബിൾ ആക്കിക്കൊണ്ട് എല്ലാ വാർഡുകളിലേക്കും തെരുവുനായ ശല്യമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരുന്ന നമ്മുടെ സുനിഷ റിപ്പോർട്ട് ചെയ്തിരുന്നു. കണക്കിതാണ്, ഈ വർഷം മെയ് വരെയുള്ള 5 മാസങ്ങളിൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റത് 1,65,000 പേർക്ക്. പേവിഷബാധയെ തുടർന്ന് മരിച്ചത് 17 പേർ. ജൂണിൽ കുമ്പനാട് വളർത്തുനായയുടെ കടിയേറ്റ യുവാവും കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റം 5 വയസ്സുകാരനും മരിച്ചിരുന്നു. അപ്പോൾ കടിയേറ്റ് മരിച്ചവരുടെ കണക്കാണ് ഈ പല്ലിൽ കോർത്ത് ഇട്ടിരിക്കുന്നത്. ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലെത്തുന്നുണ്ട്. നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ജഗ്ദീപ് ധൻഖറിന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള വരവിനെ കുറിച്ചുള്ള വാർത്ത മനോരമയുടെ ഫ്രണ്ട് പേജിലുണ്ട്. ടെക്സസിലെ മിന്നൽ പ്രളയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനോരമയിൽ 27 മരണം എന്നുള്ള കണക്കാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 43 ആയിരിക്കുന്നുണ്ട്. അതിൽ കൂടുതലും 15 കുട്ടികളുണ്ട് എന്നതാണ് വിഷമിപ്പിക്കുന്ന കാര്യം. അതോടൊപ്പം ഇന്നലത്തെ ക്യാച്ച് ഏതായിരുന്നു? പഞ്ച് ഡയലോഗ്, കെട്ടിടം ഉരുട്ടിയിട്ടത്. അപ്പോൾ അതുണ്ട്. കെട്ടിടം തള്ളിയിട്ടത് ആരോഗ്യമന്ത്രി അല്ല എന്ന് മന്ത്രി VN വാസവൻ പറയുന്നതാണ് മുൻപേജിലെ ആദ്യത്തെ വാർത്തയായി പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വന്ന് തള്ളിയിട്ടത് കൊണ്ടല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതെന്ന് മന്ത്രി VN വാസവൻ. ആരോഗ്യമന്ത്രിയുടെ രാജി, ആ രാജിയാണോ പോംവഴി എന്നൊക്കെ മന്ത്രി ചോദിക്കുന്നു. പ്രതിപക്ഷം രാജി ആവശ്യപ്പെടും, ഞങ്ങൾ തരില്ല എന്ന് സർക്കാരും പറയണം. അപ്പോൾ മാതൃഭൂമിയിൽ എങ്ങനെയാണ്? മാതൃഭൂമിയിൽ ഇന്ന് കാകദൃഷ്ടിയിലാണത്. കെട്ടിടം ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതല്ലോ എന്ന വാസവന്റെ ചോദ്യം. വീണ കെട്ടിടമെന്നും പറയാനൊക്കില്ല എന്നാണ്. അത് തന്നെയാണ് കുഞ്ചുകുറുപ്പും സമാന രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത്. താങ്ക് യു സഖാവെ എന്ന് വീണ ജോർജ് പറയുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. പിന്തുണ എന്തായാലും മന്ത്രിമാരുടെ എല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ മാനത്തെ വെള്ളിത്തേരിൽ നമ്മുടെ കപ്പോള മൊഡ്യൂളിലിരുന്ന് 7 ജനാലകളുടെ കപ്പോള മൊഡ്യൂളിലിരുന്ന് ശുഭാംശു ശുക്ല ഭൂമിയുടെ മനോഹരമായ ദൃശ്യം ആസ്വദിക്കുന്ന ഫോട്ടോയാണ് മാതൃഭൂമിയിൽ. സെൽഫിയാണോ? അദ്ദേഹത്തെ സെൽഫിയല്ല പക്ഷെ നല്ല ഫോട്ടോയാണ്. അതാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ. ഒപ്പം കലോത്സവം തൃശ്ശൂരിലാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന റിപ്പോർട്ടുണ്ട്. മുഹറം അവധിയിൽ മാറ്റമില്ല എന്നതുണ്ട്. മറ്റൊരു സ്പെഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഉയരാതെ മേൽപ്പാലങ്ങൾ, 100ലേറെ റെയിൽവേ മേൽപ്പാലങ്ങൾ അനിശ്ചിതത്വത്തിൽ. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകണം എന്നതാണ്. പണി നീങ്ങാത്തവ മുൻപ് റെയിൽവേ കൈവിട്ടു. സ്ഥലമെടുപ്പിന് പ്രത്യേക യൂണിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശദമായി തന്നെ പറയുന്നു. അപ്പം ദലൈലാമയുടെ നവതി അതിന് പ്രധാന വാർത്തയായി തന്നെ ഹാപ്പി ബർത്ത് ഹൃദയങ്ങളുടെ ലാമ എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ പേജും മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പിന്നെ ഒപ്പം സഞ്ജു സാംസന്റെ KCL 26 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തെ ലേലം ചെയ്തെടുത്തത്. ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഹീറോ ആയിട്ട് സഞ്ജു അവിടെ ഈ താരലേലത്തിലും അതൊക്കെയാണ്. കുട്ടികളെ തല്ലുന്നതിനെ കുറിച്ചുള്ള, അധ്യാപകരെ തല്ലുന്നതിനെ കുറിച്ചുള്ള, മാതാപിതാക്കളുടെ അല്ല, കുട്ടികളെ തല്ലുന്നതിൽ അധ്യാപകരെ തല്ലുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതിൽ ആവശ്യത്തിന് ശിക്ഷാ നടപടികളാകാമെന്ന് ചിലർ പറയുന്നത്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എന്നാൽ അത് പറ്റില്ല. ഹൈക്കോടതി ഇതാ പറഞ്ഞിരിക്കുന്നു, കുട്ടികളെ തല്ലാൻ അധ്യാപകർക്ക് അവകാശമില്ല. തല്ലിയില്ലെങ്കിൽ കുട്ടികൾ ചീത്തയാകും എന്നതിനോട് യോജിക്കാനാകില്ല. കുട്ടികളെ ശാരീരികമായി ശിക്ഷിക്കാൻ അധ്യാപകർക്ക് അവകാശമില്ലെന്നും ഹൈക്കോടതി. അച്ചടക്കത്തിനോ നന്നാക്കാനോ കുട്ടികൾക്ക് ഇത്തരത്തിൽ ശിക്ഷ നൽകുന്നതിനോട് യോജിപ്പില്ലെങ്കിലും ക്രിമിനൽ കുറ്റമാകില്ല. ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ക്രിമിനൽ കുറ്റമാകില്ല തല്ലിയാൽ. ചെറിയ ശിക്ഷകളെ ക്രിമിനൽ കുറ്റമായി കാണാനാകില്ല. അപ്പോൾ തല്ലുന്നത് ഒരു പരുവത്തിലൊക്കെ വേണം, അല്ലെങ്കിൽ വഴക്ക് പറയുന്നത് അതാണ്. കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുക എന്നതാണ് നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്ന ശാരീരിക ശിക്ഷയെ ക്രിമിനൽ കുറ്റമായി കാണാൻ കഴിയൂ. പക്ഷേ മാരകമായി ദ്രോഹിക്കുന്നതിനെ ക്രിമിനൽ കുറ്റമായി കണക്കാക്കാതിരിക്കാനും കഴിയില്ല. അപ്പോൾ അധ്യാപകർ സൂക്ഷിക്കുക. ഹൈക്കോടതി സെയിലുമായൊക്കെ വരുന്ന ചില അധ്യാപകരെങ്കിലും നമ്മുടെയും മനസ്സിലുണ്ട് അല്ലേ? ഏതായാലും ഇതിൽ മാധ്യമത്തിലും അത് പ്രധാന വാർത്തയായി തന്നെ കൊടുത്തിട്ടുണ്ട്. മാധ്യമത്തിലെ ലീഡ് എന്ന് പറയുന്നത് സൈബർ തട്ടിപ്പുകാർക്ക് 8.5 ലക്ഷം വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ എന്ന 5 സംസ്ഥാനങ്ങളിലെ കണക്കുകൾ വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഒപ്പം നിപ്പ സമ്പർക്ക പട്ടികയിൽ 425 പേർ. അതൊരു നിപ്പ ആശങ്ക ഇപ്പോഴും. ഇന്നലെ ആ രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേറ്റുകളും എനിക്ക് തോന്നുന്നു പത്രത്തിന്റെ ഒരു ലാസ്റ്റ് എഡിഷൻ വരുമ്പോഴേക്കും വന്ന വാർത്തകളാണ്. അതോടൊപ്പം തന്നെ കായിക പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതയിൽ ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. യോഗ്യതാ റൗണ്ട് കളിച്ച് ആദ്യമായിട്ട് ഏഷ്യൻ കപ്പിലേക്ക് വരികയാണ്. അതോടൊപ്പം ഇന്ത്യൻ ക്യാപ്റ്റൻ 2ാം ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയതിൽ അതിൽ ഗില്ലാട്ടം എന്നാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന തലക്കെട്ട്.
തലക്കെട്ട്. അതോടൊപ്പം തന്നെ ടെക്സസിലെ മിന്നൽ പ്രളയം ലീഡാക്കുന്നതിനൊപ്പം പ്രദേശാഭിമാനി, സർക്കാർ ആശുപത്രികളെ തകർക്കാൻ പ്രതിപക്ഷം. മറുഭാഗത്ത് മന്ത്രി വാസവൻ നടത്തിയ പ്രതികരണമാണ് മറ്റു പത്രങ്ങൾ ലീഡാക്കിയതെങ്കിൽ അതിനുള്ള മറുപടി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ലോബിയിങ് സജീവം എന്ന് പറഞ്ഞാണ്. മാധ്യമം എങ്ങനെയാണ് ഈ സമര വാർത്തയെ എടുത്തിരിക്കുന്നത്? സമര വാർത്തകളൊന്നും തന്നെ ഫ്രണ്ട് പേജിൽ കാണുന്നില്ല. പക്ഷേ ഇതിൽ ഈ കാർട്ടൂണായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉരുട്ടിയിട്ടതല്ല, അതിന് ഉരുണ്ട് കളിക്കാൻ തന്നെ നേരം തികയുന്നില്ല അപ്പോഴാ. അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ വീട് നവീകരിച്ച് നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് അതൊക്കെ മറ്റു പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. വളരെ സെലക്റ്റീവായ വാർത്തകൾ വരുന്നുണ്ട് എന്നത് ആ ഒരു ആരോപണത്തിൽ കടമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഫ്രണ്ട് പേജിൽ സമയത്ത് തോന്നുന്നുണ്ട്. മാധ്യമത്തിലെ ഇന്നലെ ഉണ്ടായിരുന്ന ക്യാമ്പയിൻ ഉണ്ടല്ലോ, നിശബ്ദമാകാ ഗാസയ്ക്കായി, അരമണിക്കൂർ നേരം ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുന്ന സമയം, അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ആഗോള ഡിജിറ്റൽ പ്രതിഷേധമാണ്. CPIM പൊളിറ്റ് ബ്യൂറോയും അക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഒരാഴ്ചക്കാലം രാത്രി 9 മുതൽ 9:30 വരെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് പ്രതിഷേധത്തിൽ പങ്കാളിയാകണമെന്നാണ്. പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഏതാണ്ട് 6 മണിക്കൂറോളം സൈലന്റ് ആയിരുന്നു. അതൊരു പ്രധാനപ്പെട്ട. സ്വിച്ച് ഓഫ് ചെയ്യണോ? സൈലന്റ് ആക്കിയാൽ പോരാ. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഈ അക്രമസമരങ്ങൾ നോക്കി നിൽക്കില്ല CITU. മാധ്യമങ്ങൾക്കെതിരായ കഴിഞ്ഞ ദിവസത്തെ എഡിറ്റോറിയലിലെ വിമർശനം ഇപ്പോൾ ഉൾപേജിലും തുടർന്നിട്ടുണ്ട്. ദേശാഭിമാനി ഞാനത് നോക്കുകയായിരുന്നു. നുണ ആവർത്തിച്ച് മാധ്യമങ്ങൾ, വ്യാജ പ്രചാരണം തുടർന്ന് സതീശൻ, കലാപശ്രമവുമായി കോൺഗ്രസും BJPയും. ഇതാണ് വാർത്തയുടെ ഒരു മറുപടി എന്ന രീതിയിൽ. പ്രതിഷേധങ്ങൾ കലാപശ്രമം എന്നാണ് പറയുന്നത്. എന്തായാലും ഈ നിപ്പ അലേർട്ടൊക്കെ തന്നെയാണ് ഹിന്ദുവിൽ പ്രധാന വാർത്തയായി വരുന്നത്. ഒപ്പം നിഹാൽ മോദി, നീരവ് മോദിയുടെ സഹോദരനെ അറസ്റ്റ് ചെയ്തത്, അമേരിക്കയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിക്കായി പോകുന്നത്, അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട വാർത്തകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാതൃഭൂമിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നമുക്കതിന്റെ ഒരു ഫോളോ അപ്പിലേക്ക് നമുക്കും പോകേണ്ട ഒരു വാർത്തയാണ്. അതായത് വോട്ടവകാശം ഉറപ്പിക്കാനുള്ള രേഖകളിൽ ആധാർ ഇല്ല എന്നത്. അതായത് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിന്, ബീഹാർ തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്, അതിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ സമർപ്പിക്കേണ്ട പൗരത്വ രേഖകളിൽ ആധാർ ഇല്ല. ആധാറും റേഷൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും അടക്കമുള്ള രേഖകൾ ഒഴിവാക്കിയുള്ള 11 രേഖകളാണ് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താനുള്ള രേഖയായി കമ്മീഷൻ നിർദ്ദേശിച്ചത്. ആധാർ നേരത്തെ തന്നെ എല്ലാ ആനുകൂല്യങ്ങൾക്ക്, അതുപോലെ തന്നെ സർക്കാരിന്റെ വിവരശേഖരണത്തിന്റെ ഒക്കെ അടിസ്ഥാന രേഖയായി പ്രഖ്യാപിച്ചതാണ്. അതിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പിന്നോട്ട് പോകുന്നത്. സുരക്ഷയെക്കുറിച്ചൊക്കെ സംശയം അല്ലെങ്കിൽ പല രീതിയിൽ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനായി ആധാർ പോരാ. അതോടൊപ്പം തന്നെ ജാനകി സിനിമ ഹൈക്കോടതി കണ്ടിട്ടുണ്ട്. തീരുമാനം എന്താണെന്നറിയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയണം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എവിടേക്കാണ് ഇത് എത്തുക എന്നുള്ള ഒരു ടെൻഷനുണ്ട്. ഞായറാഴ്ചയാണ് എല്ലാവരും, എനിക്ക് തോന്നുന്നു പ്രതിമാസ പർച്ചേസ് ഒക്കെ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ആളുകൾ ചെയ്യുന്നത്. ഈ ശബരിമല എയർപോർട്ടിന്റെ സർവേ തുടങ്ങിയിട്ടുണ്ട്. അത് ഹിന്ദുവിൽ ഫ്രണ്ട് പേജിൽ തന്നെ വാർത്തയുണ്ട്. അപ്പം ആക്ഷൻ പ്ലാൻസ് ഫോർ കൺസർവേഷൻ ഓഫ് റിവർ ബേസിൻസ്, അങ്ങനെ ചെറിയ ചെറിയ പ്രധാനപ്പെട്ട വാർത്തകൾ ചെറുതായി തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. അലാമോവ കോട്ടയം MCH ഹോസ്റ്റൽ ഇന്നലെ നമ്മൾ കൊടുത്ത ദൃശ്യങ്ങൾ, ഹോസ്റ്റൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ആശങ്കപ്പെടുത്തുന്നത് അത് പത്രങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഹിന്ദുവിൽ അത് ഫ്രണ്ട് പേജിന്, പക്ഷേ ഫോട്ടോയൊന്നും കൊടുത്തിട്ടില്ല. ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തമാകുമായിരുന്നു അതിന്റെ ഒരു സാഹചര്യം അല്ലേ. മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ ഈ ജാനകി സിനിമാ വിവാദത്തിന്റെ, JSK വിവാദത്തിൽ അവർ മറ്റ് സിനിമകളുടെ ബാൻഡിറ്റ് ക്വീൻ, ലിപ്സ്റ്റിക് ബുർഖ, ഫയർ, ഇന്ത്യാസ് ഡോട്ട് പസാനിയ തുടങ്ങി ഏതൊക്കെ സിനിമകളിലാണ് ഈ സെൻസർ ബോർഡിന്റെ കട്ട് എന്നത്തെ വിവാദമായ സിനിമകൾ, അതെ, അതിന്റെ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡിൽ വായിക്കാൻ പറ്റുന്ന ധാരാളം വിഭവങ്ങൾ പത്രങ്ങളിലുണ്ട്. അതിനപ്പുറമുള്ള പുതിയ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വാരാന്ത പതിപ്പ് വായിക്കുന്നത് ഒരു രസമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ആ വാരാന്ത പതിപ്പിനൊപ്പം തന്നെ വാരഫലവും വായിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, ഞാനത് പണ്ട് വായിക്കുമായിരുന്നു, ഇപ്പൊ അത് നിർത്തിയിട്ട് കാലങ്ങളായി. ഓക്കെ, അപ്പോൾ വിനീത, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, നമുക്ക് കൂടുതൽ വാർത്തകൾ, അതെ, വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം.